പത്രോസിന്റെ സഹോദരനാണ് അന്ത്രയോസ്. അന്ത്രയോസ് യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ഇതുപോലൊരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഗത്തിൻ്റെ അങ്ങ് പുറകിൽ യേശു കർത്താവ് വന്നു. 30 വയസ്സ് പ്രായമുള്ള യേശു. യേശുവിനെക്കാട്ടിൽ 6 മാസം മൂപ്പുള്ള ആൾ സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്. യോഹന്നാനും യേശുവും തമ്മിൽ 6 മാസത്തിൻ്റെ വ്യത്യാസമാണ്. അക്കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ പ്രസംഗകനാണ് യോഹന്നാൻ. യോഹന്നാൻ മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഗത്തിൻ്റെ പുറകിൽ, പുരുഷാരത്തിൻ്റെ പുറകിൽ 30 വയസ്സ് പ്രായമുള്ള, തന്നെക്കാട്ടിൽ 6 മാസം എളുപ്പമുള്ള, ആ യോഗത്തിൽ വന്ന മുഴുവൻ പേരേക്കാൾ സുന്ദരനായ, ആ യോഗത്തിൽ 1,00,000 പേരുണ്ടെങ്കിൽ ആ 1,00,000 പേരിലും സുന്ദരനായ 1000 സൂര്യൻ ഒന്നിച്ചുദിച്ചുയരുന്നത് പോലെയുള്ള യേശു പുറകിൽ വന്നു. ഈ സ്റ്റേജിൽ നിൽക്കുന്ന യോഹന്നാൻ ഒറ്റ നോട്ടത്തിൽ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശു ഇത് കേട്ടിട്ട് പതുക്കെ അങ്ങനെ കടന്നു പോയെന്ന് എഴുതിയേക്ക്. പിറ്റേ ദിവസം യോഗം തുടരുകയാണ്. പിറ്റേ ദിവസവും യേശു യോഗത്തിന് വന്നു. അന്ന് യോഹന്നാൻ പറഞ്ഞു, ദേ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അന്ന് യോഹന്നാൻ അവനെ കുറിച്ച് കൂടുതൽ കാര്യം പറഞ്ഞു. അന്ന് യോഹന്നാൻ പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ, എന്നാൽ അവൻ നിങ്ങളെ തീയിലും ആത്മാവിലും സ്നാനം കഴിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കയ്യിൽ നല്ല ഫലം കായ്ക്കാത്തൊക്കെ വെട്ടാനുള്ള കോടാലിയേ ഉള്ളൂ, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കുന്നവനാണ്. നല്ലത് മാത്രം അകത്ത് കയറ്റി തീയതെല്ലാം കത്തിക്കുന്നവനാണ്. ഇങ്ങനെ യോഹന്നാൻ യേശുവിനെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതുവരെ കൂടെ നിന്ന് ശിഷ്യന്മാര് അന്ത്രയോസും യോഹന്നാനും യേശുവിൻ്റെ കൂടെ അങ്ങ് പോയി. യേശുവിൻ്റെ പുറകെ വരുന്ന 2 ശിഷ്യന്മാരെ യേശു കണ്ടു ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുക? ഉടനെ അവർ പറഞ്ഞു, നീ എവിടാ താമസിക്കുന്നത്? ചോദ്യം വേറെ, ഉത്തരം വേറെ. യേശു ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുക? ഈ പുറകെ ചെന്ന് അന്ത്രയോസും യോഹന്നാനും പറഞ്ഞു, നീ എവിടാ താമസിക്കുന്ന വീട് പറയാനില്ല യേശുവിന്. പിയോ ഇല്ലാത്തയാൾ. അവർ സ്തോത്രം പറഞ്ഞു. ചെന്ന് പാർക്കുന്നിടമാ പിയോ. സ്തോത്രം. അതുകൊണ്ട് യേശു പറഞ്ഞു, വന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ശിഷ്യന്മാർ ആ രാത്രി യേശുവിൻ്റെ കൂടെ പാർത്തു. അല്ലേ പറയണം. നോക്കി, ഇന്ന് രാത്രി 9:30 ആകുമ്പോൾ നമ്മുടെ യോഗം ആശീർവാദം പറഞ്ഞ് നമ്മൾ നമ്മുടെ കൊച്ചു വീടുകളിലേക്ക് പോകും. പക്ഷേ അങ്ങനെ പോയാലും യോഹന്നാനും അന്ത്രയോസും ആ രാത്രി മൊത്തം യേശുവിൻ്റെ കൂടെ പാർത്തു. എൻ്റെ പ്രിയരെ, ഒരു രാത്രിയെങ്കിലും അവൻ്റെ കൂടെ ഒന്ന് പാർക്കാൻ കഴിയുമെങ്കിൽ ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട്, എനിക്ക് മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും എൻ്റെ യേശുവിൻ്റെ കൂടെ ഒരു രാത്രി പാർക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി വരെ യോഹന്നാൻ സ്നാപകന്റെ കൂടെ പാർത്ത 2 പേര് ഇന്ന് രാത്രി യേശുവിൻ്റെ കൂടെ പാർത്തു. നേരം വെളുത്തു. യോഹന്നാൻ യേശുവിൻ്റെ കൂടെ തന്നെ അങ്ങിരുന്നു. അന്ത്രയോസിന് ഉപജീവനം കഴിയണം. അതിന് അന്ത്രയോസ് നേരെ കടൽക്കരയിലോട്ട് ചെന്നു. കടൽക്കര ചെല്ലുമ്പോൾ തൻ്റെ സഹോദരൻ പത്രോസ് മീൻ പിടിക്കാൻ വന്നു കഴിഞ്ഞു. അപ്പൊ പത്രോസ് ചോദിച്ചെടാവൂ, ഇന്ന് എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ, രാത്രി എവിടെയായിരുന്നു? ഉടനെ അവനൊരു മറുപടി പറഞ്ഞു, എടാ ഞങ്ങൾ മശികയെ കണ്ടെന്ന് പറഞ്ഞു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന. പക്ഷെ ഒരു രാത്രി അവന്റെ കൂടെ പാർത്തപ്പോൾ അന്ത്രയോസ് പറഞ്ഞു, ഞങ്ങൾ മശികയെ കണ്ടു. ഒരല്ലേലും ഈ രാത്രി പറയണം,
ഇന്ന് രാത്രി മശിക ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നീ കൂടെ പാർത്തെങ്കിലേ അവൻ ആരാണെന്നറിയാൻ കഴിയത്തുള്ളൂ. സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, രക്ഷിക്കാൻ കഴിവുള്ളവൻ, വിടുവിപ്പാൻ കഴിവുള്ളവൻ, വഴി തുറക്കാൻ കഴിവുള്ളവൻ, സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ. ഇന്ന് രാത്രി കൂടെ പാർത്തവൻ പറയുകയാണ്, ഞങ്ങൾ ഇന്ന് രാത്രി മശികയെ കണ്ടു. അപ്പൊ പത്രോസ് ചോദിച്ചു, എവിടാ? ഈ അന്ത്രയോസിന് ഒറ്റ ഡയലോഗേ പറയാൻ അറിയത്തുള്ളൂ. കഴിഞ്ഞ രാത്രി യേശു കൂടെ ചെല്ലുന്നേരത്ത് പറഞ്ഞായിരുന്നു, വന്ന് കാണാൻ പറഞ്ഞു. എന്താ പറഞ്ഞു? വന്ന് കാണാൻ. അത് അന്ത്രയോസ് പഠിച്ചു. അപ്പൊ അന്ത്രയോസ് പറഞ്ഞു പത്രോസിനോട് വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ പത്രോസ് കൂടെ ചെന്നു. അന്ത്രയോസ് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. വിളിച്ചുകൊണ്ട് യേശു ഇരിക്കുന്നിടത്ത് ചെന്ന് എൻ്റെ അനിയനാണെന്ന് പറയുന്നതിന് മുമ്പേ, ശ്രദ്ധിക്കണം, എൻ്റെ അനിയനാണെന്ന് പറയുന്നതിന് മുമ്പേ ഈ പത്രോസിനെ കാണുകയും യേശു പറഞ്ഞു, നീ കേഫാവെന്ന് വിളിക്കപ്പെടും. കേഫാവെന്ന് പറഞ്ഞ അർത്ഥം പാറയിൽ നിന്ന് അടർത്തിയെടുത്ത പാറക്കഷണം എന്ന് പറഞ്ഞാൽ അർത്ഥം പെട്രോസ് അല്ലെങ്കിൽ പത്രോസ്. അല്ലല്ലേ പറഞ്ഞേ? ഇവന്റെ പേര് ശീമോൻ എന്ന. ബെറയോനാ ശീമോനെ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകനായ ശീമോനെ. ഇവന്റെ അപ്പന്റെ പേര് യേശു പറയുക. ഇന്ന് രാത്രി വന്നവരുടെ പേരറിയാം. നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് ആർക്കറിയാം? യേശുവിനറിയാം. ബെറയോനാ ശീമോനെ, നിന്റെ പേര് പത്രോസ് എന്ന് വിളിക്കപ്പെടും. ശീമോൻ എന്ന വാക്കിന്റെ അർത്ഥം, കാറ്റ് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് വന്നാൽ ആ കാറ്റിന്റെ ഗതി അനുസരിച്ച് പടിഞ്ഞാറോട്ട് ചരിയുന്ന ഞാങ്ങനെ എന്ന അർത്ഥം. ഇനി പടിഞ്ഞാറൂന്ന് കിഴക്കോട്ടാ കാറ്റെങ്കിൽ കിഴക്കോട്ട് ചരിയുന്ന ഞാങ്ങനെ. എങ്ങോട്ടാണോ കാറ്റ് അങ്ങോട്ട് കാറ്റനുസരിച്ച് ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്ന ആളെന്നാ ഞാങ്ങണ അല്ലെങ്കിൽ ശീമോൻ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇന്ന് രാത്രി PC ചെറിയാൻ പറഞ്ഞ് കേട്ട് ശരിയാണെ പുള്ളിയുടെ കൂടെ നിൽക്കും. നാളെ രാത്രി കുറിയാക്കോസ് പാസ് പറയുന്നത് ശരിയെങ്കിൽ പുള്ളിയുടെ കൂടെ നിൽക്കും. ഹലോ, ആര് നാളെ കഴിഞ്ഞ് തങ്കു പറഞ്ഞ കേട്ടത് അവൻ്റെ കൂടെ നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? കാറ്റ് എങ്ങോട്ടാണോ അങ്ങോട്ട് ചരിയുന്നവൻ്റെ പേരാണ് ശീമോൻ. പക്ഷെ യേശു പറഞ്ഞു, നിന്നെ ഞാനൊരു പാറക്കഷനാക്കാൻ പോവാം. അപ്പൊ ന്യായമായി ചോദിക്കാം, വെറും ഞാങ്ങണയായി എന്നെ നീ എന്തിനാ പാറക്കഷണമാക്കുന്നേ? ഉത്തരം യേശുവിനുണ്ട്. ഞാൻ എൻ്റെ സഭ പണി. ഞാൻ പണിയുന്ന സഭയ്ക്ക് ഒരു തൂണ് വേണം. ആ തൂണ് ഞാങ്ങനെ കൊണ്ട് പണിയാനൊക്കത്തില്ല, അത് പാറക്കഷണം കൊണ്ടേ പണിയാനൊക്കത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഇവിടെ യോഗം വെച്ചതിന്റെ പുറകിൽ 23ാമത്തെ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ദൈവത്തിന്റെ പണികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ചിലതിനെ ദൈവം ഈ രാത്രി വേർതിരിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവര് മാത്രമാ കരമൊന്നടിച്ച് ഇന്നലെ രാത്രി മുഴുവൻ ഈ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് കൂടെ താമസിച്ചിട്ടും പേര് മാറ്റിയില്ല, യോഹന്നാന്റെ പേരും മാറ്റിയില്ല. പക്ഷെ ഇന്ന് ആദ്യമായി കണ്ടവന്റെ പേരെന്ത് ചെയ്തു? മാറ്റി. പക്ഷെ പേര് മാറ്റിയാലും പുള്ളിക്ക് വീട്ടിലെ ഉപജീവനം കഴിയണം. അതിന് പുള്ളിക്കാരൻ അന്നേരം തിരിച്ചുപോയി. തിരിച്ചുപോയതിനെ യേശു പുറകിൽ നിന്ന് വിളിച്ചില്ല, അവനങ്ങ് പോയി. അവൻ പോയി മീൻ പിടിക്കാൻ ചെന്നെങ്കിൽ ഒരു മീനും വന്നവന് കിട്ടിയില്ല. യേശു രാവിലെ ഇവനെ തേടിപ്പോയി. ഒരു സ്വതന്ത്രം പറയണം. ഇന്നലെ രാത്രി കൂടെ താമസിച്ചവൻ രാവിലെ പോയിട്ട് അവനെ തേടിപ്പോയില്ല. പക്ഷെ ഇന്നൊന്ന് വന്നേച്ചു പോയവനെ തേടിപ്പോയി. തേടിപ്പോയിട്ട് അവന്റെ പടകി ചവിട്ടി കയറി. ദൈവത്തിന് സാധ്യതയുള്ളവനെ അവന്റെ അനുവാദമില്ലാതെ തന്നെ അവന്റെ പടകി കയറുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ വാഗമണ്ണിച്ചില കൂടാരത്തിനകത്ത് അവന്റെ കാലുകൾ പതിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു പടകിൽ കയറി പുരുഷാരത്തോട് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, പടകിന്റെ വലതുഭാഗത്ത് വലയിറക്കാം. വലയിറക്കി പടക് നിറച്ച് മീൻ കിട്ടി. അവന്റെ പടകി കൊള്ളത്തില്ലാച്ചുകൊണ്ട് അടുത്ത് കിടക്കുന്നവരുടെ എല്ലാം പടകിൽ ആ മീൻ നിറച്ചു. എല്ലാം നിറച്ചു കഴിഞ്ഞപ്പോൾ ഈ പത്രോസ്
ഈ വലയുടെ പിടിവിട്ടു. എന്നിട്ട് യേശുവിൻ്റെ കാക്കിലോട്ടങ്ങ് വീണു. വീണേച്ച് പറയാണ്, ഞാൻ പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടു പോണം. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി മുഴുവൻ കൂടെ താമസിച്ചിട്ട് അന്ത്രയോസോ യോഹന്നാനോ പറഞ്ഞില്ല ഞാൻ പാപിയാന്ന്. മശിഹയെ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് പത്രോസ് പറഞ്ഞു ഞാനൊരു പാപിയായ മനുഷ്യനാ. ഇന്ന് രാത്രിയിലേ എത്ര ദിവസം യോഗം കേട്ടെന്നല്ല വിഷയം. ഇന്ന് രാത്രിയിലെങ്കിലും യേശുവിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്റെ കുറവൊന്ന് വെളിപ്പെട്ടിട്ട് നീ ഒരു പാപിയാന്ന് സമ്മതിച്ചാൽ ഇന്ന് രാത്രി നിന്നെ കഴുകി ശുദ്ധീകരിപ്പാൻ വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്നടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവിതത്തിന്റെ കുറവുകളെ കണ്ടെത്താൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവൻ പാപിയായ മനുഷ്യനാണ് സമ്മതിക്കുകയും യേശു പറഞ്ഞു തൊഴിൽ മാറ്റുക. ഇന്നലെ പേര് മാറ്റി, തേടിപ്പോയി, അനുവാദം കൂടാതെ പടകി കയറി, നന്മ കൊടുത്തു, പാപിയാന്ന് സമ്മതിച്ചപ്പോൾ തൊഴിലും മാറ്റി. ഇന്നു മുതൽ ഞാൻ നിന്നെ ആരാക്കും? മനുഷ്യരെ പിടിക്കുന്നവരാക്കും. സ്തോത്രം. അപ്പൊ കർത്താവിൻ്റെ അടുക്കൽ ഒരുത്തൻ വന്നിട്ട് അവനെ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ യേശു അവൻ എത്ര വലിയ അകലത്തിൽ കിടന്നാലും അവനെ തേടി പോകുന്നവനാ. വിശ്വസിക്കുന്നവർ മാത്രമേ സ്തോത്രം പറയാൻ പാടുള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. യേശു വലിയൊരു ശുശ്രൂഷ അക്കരെ ചെയ്യുകയാണ്. 3 ദിവസം തുടർമാനമായി പ്രസംഗിക്കുക. പ്രസംഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു. യോഗം 9:30-ക്കും 10:30-ക്കും 11:30-ക്കും ഒന്നും തീർന്നില്ല. യോഗം അങ്ങ് തുടരുക. യേശുവിൻ്റെ വായിലെ വാക്ക് ഞങ്ങളുടെ കൂട്ടൊന്നുമല്ല, ലാവണ്യ വാക്കുകളാണ്. അത് കേട്ടാൽ പിന്നെ വിശപ്പും വരത്തില്ല, ദാഹവും വരത്തില്ല. അവരിത് കേട്ടോണ്ടങ്ങിരിക്കുക. ഒരല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ വാച്ച് നോക്കുന്നതും നമുക്ക് പരവേശം വരുന്ന പോകാനൊക്കെ തുടങ്ങുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ നേരം പോകുന്ന ഒന്നും അറിയത്തില്ല കേട്ടോ. ഒരു നല്ല ഹല്ലേലൂയ പറയണം ഇന്ന് രാത്രി. ഈ രാത്രി കൊതിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. നിന്റെ അടുക്കലേക്ക് അവൻ അടുത്തു വരാൻ തയ്യാറാ. ആ സാന്നിധ്യം നിന്റെ കൂടെ നിൽക്കുവാൻ തയ്യാറാ. ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ മുഴുവനായി ഒന്ന് നിറയ്ക്കാൻ. ഹല്ലേലൂയ. യേശു പ്രസംഗം 3 ദിവസം തുടർന്നു. യോഗം പിരിച്ചുവിടാൻ പോവാണ്. പിരിച്ചുവിടാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരടക്കമെന്ന് പറഞ്ഞ് കർത്താവേ നേരം വൈകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ടായി തുടങ്ങുന്നു, മരുഭൂമിയാണ്. ഇവരെ ഇപ്പം ഇങ്ങനെ അയച്ചാൽ പ്രൈസ് ദി ലോർഡ്. ഇവർ 3 ദിവസമായിട്ട് ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ജനത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം ചെന്ന് പറഞ്ഞത് അബദ്ധമായി. ഹലോ, ഒരു നല്ല കാര്യം പറയാൻ പോയപ്പോൾ അബദ്ധമായി. യേശു പറഞ്ഞു നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ ഈ വാഗമണ്ണിൽ എവിടെ നിന്ന് ആഹാരം കൊടുക്കാം? സ്തോത്രം. ഇവിടെ അടുത്ത് നല്ല ഹോട്ടലില്ല. ഇനി ഒരു ഹോട്ടലിൽ പോയി മേടിക്കണേ 200 പണം വേണം. അത് ഞങ്ങളുടെ പൈസ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞങ്ങൾ എവിടുന്നാ കൊടുക്കുന്നത്? ഇവരെ ആകെപ്പാടെ കുഴഞ്ഞു. യേശു പറഞ്ഞു വിഷമിക്കണ്ട. ഉടനെ ഈ അന്ത്രയോസ് നല്ലൊരു ശുശ്രൂഷകനാണ്. അന്ത്രയോസ് വന്നിട്ട് ഈ പിള്ളേരൊക്കെ വർത്താനം പറയുകയാണെങ്കിൽ അന്ത്രയോസ് അത് കൈകാര്യം ചെയ്തോളൂ. പിള്ളേരുടെ ഇടയ്ക്കത്തെ ഭയങ്കര മിനിസ്ട്രി ഉള്ള ആളാണ്. സ്തോത്രം. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് ഒരു കൊച്ചൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും പുള്ളി കണ്ടുപിടിച്ചു. നമ്മളാരും കണ്ടില്ലേലും പുള്ളി അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇദ്ദേഹം ചെന്ന് പറഞ്ഞ് കർത്താവ് ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും, യേശു പറഞ്ഞു അതിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. അത് മേടിച്ച് മേളിലോട്ടൊന്ന് ഉയർത്തി വാഴ്ത്തിയിട്ട് പറഞ്ഞു ഈ ആളുകളെ പന്തിയായി ഇരുത്തി വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. എല്ലാവർക്കും അത് വിളമ്പി കൊടുത്തു. അല്ലേ പറഞ്ഞേ എല്ലാവരും തിന്ന് ശേഷിച്ചു. ശൂന്യതയിൽ നിന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാ നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന് ഇല്ലായ്മകളെന്തോ അതെല്ലാം പരിഹരിക്കാൻ കരുത്തുള്ളവനാ. ഇവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി കഴിഞ്ഞിട്ട് ഈ സംശയമൊക്കെ പറഞ്ഞാൽ ഈ ശിഷ്യന്മാരുടെ കയ്യിൽ ഓരോ കൊട്ടയപ്പം കൊടുത്തു. 12 കൊട്ടയപ്പം.
ഇതെല്ലാം പിടിച്ച് വരിങ്ങനെ സന്തോഷമായിട്ട് നമുക്കിനി 2-3 ആഴ്ചത്തേക്ക് വേലയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, 12 കൊട്ട അപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ യേശു പറഞ്ഞു പെട്ടെന്ന് പടക് അക്കരയ്ക്ക് വിടാൻ പറഞ്ഞു. അവർ പറഞ്ഞു കർത്താവേ നേരം വൈകുന്നു, കാറ്റ് പ്രതികൂലമാണ്, കാർമേഘം ഉരുണ്ടുകൂടുന്നു, ഈ സമയത്ത് കടലിൽ കൂടെ അക്കരയ്ക്ക് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു അക്കരയ്ക്ക് വിടാൻ പറഞ്ഞു. നിർബന്ധിച്ച് പടക് അക്കരയ്ക്ക് വിടുകയാണ്. വലിയ കാറ്റുണ്ടായി, വലിയ പ്രതിസന്ധി ഉണ്ടായി. യേശു കേറിയ പാടെ അമരത്തോട്ട് തല വെച്ച് കിടന്നങ്ങ് ഉറങ്ങി. ഒരല്ലേലൂയ പറയണം. പടകിൻ്റെ അമരം ഉടഞ്ഞാൽ മാത്രമേ പടകുടയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് രാത്രി കാറ്റടിച്ചാലും തിരയിളകിയാലും തുഴഞ്ഞു കുഴഞ്ഞാലും ഉടയാൻ സാധ്യതയുള്ളിടത്ത് യേശു തല വെച്ചു. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി പ്രതികൂലം വരട്ടെന്നേ, വെല്ലുവിളികൾ വരട്ടെ, വലിയ കാറ്റടിക്കട്ടെ, അമരത്ത് യേശുവാണ് തല വച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ പടക് തകരാതെ അക്കരെ എത്തിക്കാൻ. ഓ റാബ ശബ്ദര റൗഷസ്. യേശു എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ച് അക്കരെ എത്തിയപ്പോൾ അക്കരെ ബഹുകാലമായി കല്ലറകളിൽ കിടക്കുന്ന, ബഹുകാലമായി വസ്ത്രം ധരിക്കാത്ത, ബഹുകാലമായി രാവും പകലും ഉറക്കം നിലവിളിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, കല്ലുകൾ കൊണ്ട് ബഹുകാലമായി തന്നെ ഉപദ്രവിക്കുന്ന ഈ ഭീകരനായ മനുഷ്യൻ, അവൻ കാരണം ആ റൂട്ടിൽ കൂടെ ആരും പോത്തില്ല, യേശുവിനെ എതിരേറ്റ് വരികയാണ്. വന്നിട്ട് യേശുവിനെ വിളിച്ച വിളി, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നേക്കുന്നത് മഹോന്നതനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പിശാചുക്കൾ പോലും അവന്റെ പേരിന്റെ മുമ്പിൽ വിറയ്ക്കുകയാ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവൻ ഇങ്ങനെ അക്കരെ കിടക്കുന്നെന്ന് ലോകത്തിൽ ആരും യേശുവിനോട് പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഇക്കരെ വലിയ പുരുഷാരം നിൽക്കുക, തിന്ന് തൃപ്തരായവർ നിൽക്കുക. അപ്പം തിന്നുകൊണ്ട് ഇനി ഇവർക്ക് ഒരു 3 ദിവസം കൂടെ യോഗം നീണ്ടാലും കുഴപ്പമില്ല. സ്തോത്രം. പക്ഷെ എന്നേരമാണ് കർത്താവ് ഈ വിജന സ്ഥലത്തേക്ക് പോകുന്നത്. പ്രിയരെ, ഇതിൻ്റെ പുറകിൽ യേശു ഒടുവി പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നീ വീട്ടിൽ പോയി നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്നെ തന്നെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇവനെ കാണുന്നതിന് മുമ്പേ ഇവൻ്റെ വീട്ടിലിരിക്കുന്ന അപ്പനെയും അമ്മയെയും യേശു കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ഏതൊക്കെയോ കുടുംബത്തിൻ്റെ ഉള്ളറകളിൽ ആരും കാണാതെ കരയുന്ന കരച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ഇന്ന് രാത്രി ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. ഈ മകന് പെട്ടെന്നിങ്ങനെ കല്ലറയിൽ പോയി താമസിച്ചാൽ ആരും തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. അവനെ കുട്ടിക്കാനത്തെ കോളേജിൽ കാശ് കൊടുത്ത് അഡ്മിഷൻ മേടിച്ച് പഠിക്കാൻ വിട്ടതായിരിക്കും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ കുട്ടിക്കാനം കോളേജ് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. യെരുശലേമിൽ കുട്ടിക്കാനം ഇല്ല. സ്തോത്രം. പക്ഷെ ഇവിടെ അഡ്മിഷൻ വേണമെങ്കിൽ നല്ല കാശ് കൊടുത്തായിരിക്കും മേടിച്ച്. അതുപോലൊരു കോളേജിൽ ഇവനെ പഠിക്കാൻ വിട്ടതായിരിക്കും ഫസ്റ്റ് ഇയറിന്. പോയപ്പം വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിൽ അവിടെ ചെന്ന് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കൂടെ കൂടി ഇവനെ ഒന്ന് കൈകാര്യം ചെയ്തു. അതിന് നമ്മുടെ മലയാളി ഇടുന്ന പേര് റാഗിങ് എന്നൊക്കെയാണ്. സ്തോത്രം. എന്തായാലും പോയവൻ വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും ഇവൻ തിരിച്ച് വീട്ടിൽ അവധി കിട്ടാതെ തന്നെ വന്നു. സ്തോത്രം. വന്നേ പിന്നെ ഇവന് കഥ കടച്ച് മുറി കയറിയിരിക്കുക. അത് ക്രമേണ മീശ വടിക്കാതെയായി, തലമുടി വെട്ടാറയായി,
പല്ല് തേക്കാതെയായി, ആരോടും മിണ്ടാതെയായി, ആകെ പ്രശ്നമായി. അപ്പോൾ ഈ അമ്മാമ്മ പാസ്വേഡ് മാത്രം പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങളുടെ കൊച്ചൻ കോളേജിൽ പൊടിഞ്ഞ് തിരിച്ചു പോന്നു, ഇപ്പോൾ ആരോടും മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. ഉടനെ പറഞ്ഞു, സാരമില്ല പാസ്റ്റർ ഇത് ആരോടും പറയണ്ട, അമ്മാമ്മയോട് പോലും, അമ്മാമ്മയെന്ന് പറഞ്ഞാൽ പാസ്റ്ററുടെ ഭാര്യ, പാസ്റ്റർ അമ്മാമ്മയോട് പോലും പറയണ്ട. സ്തോത്രം. അങ്ങനെ ആരോടും പറയാതെ പാസ്വേഡ് മാത്രം പറഞ്ഞു. രാവിലെ കാപ്പി കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്കിട്ടൊരു അടി കിട്ടി. ഇവൻ അവിടെ റായിങ്ങിന് കിട്ടിയ അടി ഇവിടെ അമ്മയ്ക്കിട്ട് കൊടുത്തവൻ. അമ്മ കാറി അടുക്കളയിൽ ചെന്നവിടെ തന്നെ അച്ഛൻ പിടിക്കാൻ വന്ന് അച്ഛൻ്റെ ഒരെണ്ണം കിട്ടി. സ്തോത്രം. അപ്പോൾ രണ്ടുപേരുടെ കൂടി പിടിച്ചു കെട്ടി ഇവനെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചങ്ങലയിട്ടു, ചങ്ങല ഉരുമി പൊട്ടിച്ചു. വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഇവൻ വസ്ത്രമില്ലാതെ നാട്ടിൽ കൂടെ ഓടി, വാഗമണ്ണിൽ കൂടെ ചാടി, ഏലപ്പാറയിൽ കൂടെ പോയി. സ്തോത്രം. കട്ടപ്പന ചെന്ന് അവൻ നിന്നേ. ഹലോ. അപ്പോൾ അമ്മാമ്മ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ മിണ്ടുന്നില്ല. ആരും അറിയണ്ടെന്ന് പറഞ്ഞ കേസ് ഇപ്പം നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അവനെ പല പ്രാവശ്യം കൊണ്ട് നല്ല ഹോസ്പിറ്റൽ സെല്ലിനകത്ത് ഇട്ടെങ്കിലും സെല്ലെല്ലാം പൊളിച്ച് അവനിഞ്ഞ് വന്നു. അവസാനം അവൻ പോയി കിടന്ന സ്ഥലമാണ് ഇവിടെ, ശവക്കോട്ട. എല്ലാവരും എൻ്റെ കൂടെ വരണേ. ഇതൊരു ദിവസം കൊണ്ടുണ്ടായ കേസൊന്നുമല്ല. അന്നേ അച്ഛനും അമ്മാമ്മയും കൂടെ വന്ന് പറഞ്ഞ് സഭയായിട്ട് പ്രാർത്ഥിച്ചതിന് ചിലപ്പോൾ അങ്ങ് വിടുതലായേനെ. പക്ഷേ ഇത് മറച്ചു വെച്ച് ഇപ്പോൾ ഇവൻ്റെ പെങ്ങളുണ്ട്, BSc നേഴ്സാണ്. കല്യാണം ആലോചിക്കാനായിട്ട് ആളുകൾ വന്ന് ഏലപ്പാറ ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സി വിളിച്ച് വാഗമണ്ണിൽ ഇവരുടെ വീട്ടിൽ വന്നു. വീട്ടിൻ്റെ അവിടെ വരാൻ വേണ്ടി വാഗമണ്ണ് സിറ്റിയിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു, ഇന്ന വീടറിയാമോ? പിന്നെ ആ പ്രാന്തൻ്റെ വീടല്ലേ, അവൻ തുണി കൊടുക്കാതെ ശവക്കോട്ടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പെങ്ങളുടെ കല്യാണത്തിന് വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, പ്രാന്തൻ്റെ എല്ലാവരും ഇവിടെയാണോ? വീട്ടുപേര് മാറി. എന്തോ ആയി വീട്ടുപേര്? പ്രാന്തൻ്റെ വീട്. എല്ലാവരും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുക്കൻ, ഇവൻ്റെ അനിയൻ, അവന് നീറ്റ് പരീക്ഷയിൽ 1ാം സ്ഥാനം കിട്ടി, മെഡിസിൻ പാസ്സായി വന്നേക്കുന്ന ചെറുക്കന്, MBBS. അവന് വേണ്ടി ഡോക്ടറെ കല്യാണം ആലോചിച്ചു. ഉന്നതമായ കുടുംബം എന്നെല്ലാം പറഞ്ഞിട്ട് MBBS ആന്നിട്ടതാ, ഒറിജിനൽ ക്രിസ്ത്യാനി ആന്നിട്ടതാ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അവരും വന്നിറങ്ങിയപ്പോൾ പറഞ്ഞു അത് പ്രാന്തൻ്റെ അനിയനാന്ന് പറഞ്ഞു, വട്ടൻ്റെ അനിയനാന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ മുഴുവൻ നന്മയും ഈ ഒരു ചെറുക്കൻ കാരണം കിട്ടി. സ്തോത്രം. ഇപ്പം അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, ഇവൻ ശവക്കോട്ടയിലുമാണ്. പക്ഷെ ആരോടും പറയാതെ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ച് അപമാനിച്ചപ്പോൾ ഈ അപ്പനും അമ്മയും കരയാൻ തുടങ്ങി. ആര് കേൾക്കാനാ? സ്തോത്രം. കരച്ചിൽ ഇന്ന് രാത്രി ഒരു വലിയ സമ്പത്താണ്. സ്തോത്രം പറയണം. നമ്മുടെ യേശു അപ്പച്ചൻ മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരു മനുഷ്യനോട് ചോദിച്ച ചോദ്യം, നാവെടുത്ത് ചോദിച്ച ചോദ്യം മോളൊന്ന് വായിക്കണം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യേശു അവളോട് സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ഒരു സ്തോത്രം പറയണം. മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന നമ്മുടെ മശിഹാ തമ്പുരാൻ ആദ്യമായിട്ട് നാവെടുത്ത് ചോദിച്ച 1-ാമത്തെ ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ലോകത്തിൽ മറ്റാരും ചോദിക്കാത്തൊരു ചോദ്യം, ഉയർത്തെഴുന്നേറ്റ് വരുന്ന, മരണത്തെ ജയിച്ചു വരുന്ന, കല്ലറയെ ഭേദിച്ചു വരുന്ന പാപപരിഹാരകനായ മശിഹാ തമ്പുരാൻ ഉലകത്തോട് ആദ്യം ചോദിച്ച ചോദ്യം, നീ എന്തിനാ കരയുന്നത്? ഇന്ന് രാത്രി ആരെയൊക്കെ തൊട്ട് ദൈവം ഇടപെടാൻ പോകുക. ഹല്ലേലൂയ. ഈ സഹോദരിയെ വിളിച്ച്, നീ എന്തിനാ കരയുന്നേ? അവള് പറയും, എനിക്ക് 3 മക്കളാ, ഒരു മോൻ IT, ഒരു മോള് BSc നേഴ്സ്. ഇവനെ കോളേജിൽ വിട്ടതാ, പക്ഷെ അവൻ ഭ്രാന്തനായി കിടക്കുക. കുടുംബത്തിന്റെ മാന്യത പോയി, സന്തോഷം പോയി, സമ്പത്ത് പോയി, അതുകൊണ്ട് കരയുകയാ. അത് ലോകത്തിൽ ആരും കേട്ടില്ല. പക്ഷെ മൈലുകൾക്കപ്പുറത്ത്, കടലിനക്കരെ,
നിൽക്കുന്ന യേശു അത് കേട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ കണ്ണുനീരിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത നിന്റെ കണ്ണുനീരിന്റെ മണ്ഡലങ്ങളെ പണിയുവാൻ ലോകം കണ്ട പ്രസിദ്ധയായ ഒരു സുവിശേഷകയാണ് ഡോക്ടർ മേരി കാതറിൻ എന്ന് പറയുന്ന ലോകമറിഞ്ഞ ശക്തിയായ ദൈവദാസി. ആ ദൈവദാസി ഒരു ഉറക്കത്തിൽ മരിക്കുന്നതായിട്ട് സ്വപ്നങ്ങൾ. മരിച്ച തന്നെ തൻ്റെ ആത്മാവിനെ ദൂതന്മാരിങ്ങനെ എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൂതന്മാര് ഇവളെ സ്വീകരിച്ചു. ഇവക്ക് വേണ്ടി പണി കഴിപ്പിച്ച മുറികളൊക്കെ ഇങ്ങനെ കാണിച്ച് പോവുകയാണ്. പോകുമ്പോൾ ഒരു വലിയ, നമ്മുടെ ഈ ഓഡിറ്റോറിയത്തെക്കാളൊക്കെ വിശാലമായ വലിയൊരു മുറി അവളെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ ചെറുതും വലുതുമായ 100 കണക്കിന് തുരുത്തികൾ ഇങ്ങനെ മണ്ട കെട്ടി വെച്ചേക്കും. ചെറിയ തുരുത്തിയുണ്ട്, ഇടത്തരം തുരുത്തിയുണ്ട്, വലിയ തുരുത്തിയുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു, ഇതെന്താണ് സ്വർഗത്തിലെ ഒരു വിശാലമായ റൂമിൽ ഇത്രയേറെ ആയിരക്കണക്കിന് തുരുത്തികൾ കെട്ടിവെച്ചേക്കുന്നേ? ഉടനെ ദൂതൻ പറഞ്ഞു, ഭൂമിയിലുള്ള എൻ്റെ മക്കളുടെ കണ്ണുനീര് ഇങ്ങനെ ഒപ്പിയെടുത്ത് തുരുത്തിക്കകത്ത് കെട്ടി വെച്ചിരിക്കുക. ഒരു നല്ല ഹല്ലേലൂയ രാത്രി പറയണം. നോക്കിയേ, ഹല്ലേലൂയ. നമ്മൾ കരഞ്ഞത് ആരും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. തലയിണ മാത്രമേ അത് കണ്ടു കാണത്തുള്ളൂ. മുഴങ്കാലിരുന്ന്, കട്ടിലിൻ്റെ റമ്പിരുന്ന്, നിലത്തിരുന്ന് ആരും കാണാതെ നിന്റെ കൊച്ചു പുൽപ്പായിരുന്ന് കരഞ്ഞത് നിന്റെ ഭർത്താവ് കണ്ടില്ല, ഭാര്യ കണ്ടില്ല, പിള്ളേർ കണ്ടില്ല, നിന്റെ പാസ്റ്റർമാർ കണ്ടില്ല. പക്ഷെ അത് കണ്ടൊരു സ്വർഗമുണ്ട്. ആ കണ്ണുനീരൊന്നും ആവിയായി പോയിട്ടില്ല. അതെല്ലാം സ്വർഗം ഇങ്ങനെ ഒപ്പിയെടുത്ത് തന്റെ പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുക. സമയം വരുമ്പോൾ അളന്നളന്ന് മറുപടി തരുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, കരയുന്ന പിതാവേ, കരയുന്ന മാതാവേ, നിന്റെ കണ്ണുനീരിന് മറികടക്കാത്ത ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. ഈ മുഴുപ്രാന്തനായി കിടക്കുന്ന 6000 ഭൂതങ്ങൾ ഒന്നിച്ചൊരുത്തര ജഗത്ത് കയറിയേക്കുക. ഈ വലിയ തേനീച്ചയുടെ അടയുടെ പുറത്ത് തേനീച്ച പൊതിഞ്ഞേക്കുന്നത് പോലെ 10-55 കിലോ തൂക്കമുള്ള ഈ ഒരു ചെറുക്കൻ്റെ ദേഹത്ത് 6000 ദുരാത്മശക്തി ഒന്നിച്ച് കയറിയേക്കുക. പ്രൈസ് ദി ലോർഡ്. വിടുവിക്കാൻ ഉലകത്തിൽ ആരുമില്ല. ചങ്ങലയ്ക്ക് അവനെ ബന്ധിക്കാൻ ഒക്കുന്നില്ല. ജയിലറകളിൽ അവനെ പൂട്ടാനൊക്കുന്നില്ല. അപ്പൻ മടുത്തു, അമ്മ മടുത്തു, പെങ്ങള് മടുത്തു, ജേഷ്ഠൻ മടുത്തു, എല്ലാരും മടുത്തു. കല്ലറ കിടക്കി ആരും കാണുന്നില്ല. പക്ഷെ അകത്തളത്തിൽ ചങ്കുപൊട്ടി കരയുന്ന അമ്മയുടെ കണ്ണുനീര് കടലിനക്കരെ നിൽക്കുന്ന യേശു കണ്ടെങ്കിൽ, ഈ 23ാമത് വാർഷിക കൺവെൻഷനിൽ വാഗമണ്ണിൽ കരയുന്ന ആരെയോ ദൈവം ഈ രാത്രി കാണുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്നൊരു ദൈവം ഇവിടെയുണ്ട്. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പറയാന് പാസ്റ്റർക്ക് എന്തുവാ അതിനുള്ള അതോറിറ്റി എന്ന് ചോദിച്ചാൽ അതൊരു 5 മിനിറ്റ് പറയാതിരിക്കുന്നത് ശരിയല്ല. സ്തോത്രം. നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഞാൻ ഏതെങ്കിലും ഒരു ഉപദേശിയുടെ മോനാന്ന് ആരും തെറ്റിദ്ധരിക്കൽ. സ്തോത്രം. ബന്ധക്കോസുകാരുടെ വീട്ടിൽ ജനിച്ച ഒരു ബന്ധക്കോസുകാരനാണെന്നും ആരും ധരിക്കല്ല. ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ വായിച്ച ഭൂതഗ്രസ്തനെ പോലെ ജീവിച്ച ഒരാളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
1974 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ നടക്കുക. അപ്പോൾ 7 മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടേണ്ടിയതിന് എന്നെ വളരെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മ, എന്നെ അതിനെക്കാട്ടി സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ, ഏറ്റവും നല്ല മാർക്ക് വാങ്ങേണ്ടതിന് രാത്രിയെല്ലാം ഇരുത്തി പഠിപ്പിക്കുക. അപ്പം നാളെ മാത്സിൻ്റെ പരീക്ഷയാണ്, വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. ഇന്നത്തെ കൂട്ട് എല്ലാവരെയും ജയിപ്പിക്കുന്ന സംവിധാനം ഒന്നും അന്നില്ല. അന്ന് പഠിച്ചവന് മാത്രമേ ജയിക്കാനൊക്കത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ രാത്രിയിൽ പഠിക്കുമ്പോൾ ഉറങ്ങാതിരിക്കാനായിട്ട് ഒരു ബേസിനകത്ത് പച്ചവെള്ളം കൊണ്ടുവച്ചേക്കുക, കാലതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഉറക്കം മാറ്റാൻ. നല്ല ഉറക്കം വരുവാണെങ്കിൽ കുടിക്കാൻ കടുങ്കാപ്പി അനത്തി വെച്ചേക്കുക. ഇതെല്ലാം വെച്ചേച്ച് 3-4 ദിവസം എൻ്റെ കൂടെ ഇരുന്ന അമ്മ പോയി കിടന്നു, അച്ഛൻ പോയി കിടന്നു. ഏതോ ഒരാത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇവിടെ പരിക്കാതിരിക്കുന്നേ, നീ പരിന്നിറങ്ങ. ഞാൻ അന്ന് താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ വെച്ചൂച്ചിറ എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ്. ഞങ്ങളുടെ അവിടെ വിട്ട ഒരു 3 കിലോമീറ്റർ വന്നാൽ പിന്നെ വലിയ കൊടിയ വനമാണ്, കനകപ്പലം വനം. നിങ്ങൾ കേട്ടുണ്ടായി. ഞാൻ ആ കതക് പതുക്കെ ചാരി എൻ്റെ കട്ടിലേലൊരു തലവണ 2 നീട്ടി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പുതപ്പിട്ട് ഒരാൾ കിടക്കുന്ന പോലെ ആക്കി. പുസ്തകമൊക്കെ തുറന്ന പോലെ നിൽപ്പുണ്ട്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കനകപ്പലം വനത്തിൽ കൂടെ, എരുമേലി കൂടെ, കണ്ണിമലയെ കൂടെ, വെള്ളനാടി കൂടെ, മുണ്ടക്കയത്തൂടെ, ചെന്നാപ്പാറ വരെ പോയി ഒറ്റ രാത്രി. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 10-50 കിലോമീറ്റർ അകലെ. ഇതെല്ലാം വനപ്രദേശങ്ങളും തോട്ടങ്ങളുമാണ്. ഇന്നത്തെ കൂട്ടുള്ള റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം. 74 കാര്യമാണ് പറയുന്നത്. വെച്ചൂച്ചിറയിൽ നിന്ന് ചെന്നാപ്പാറയിൽ വന്നപ്പോൾ നേരം പരപരാന്ന് വെളുത്തു. അപ്പോൾ ടാപ്പിങ്ങുകാരൊക്കെ എസ്റ്റേറ്റിൽ വെട്ടാനായിട്ട് വരുമ്പോൾ ടാപ്പിങ്ങുകാർ വരുന്ന എസ്റ്റേറ്റിനകത്ത് ഇങ്ങനെ ഞാൻ നിൽപ്പുണ്ട്, ഒരു കൈലി മാത്രം എടുത്തോണ്ട്. അപ്പോൾ അവർ മോട്ടിക്കാനോ ഒട്ടുപാലും മോട്ടിക്കാനോ എല്ലാം വന്ന ആളാന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ചുറ്റും കൂടി ടാപ്പിങ് കത്തിയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനോ മോട്ടിക്കാൻ ഒന്നും വന്നതല്ല, എനിക്കെന്തോ പറ്റിയെന്ന് അറിഞ്ഞില്ല, ഞാനിങ്ങനെ രാത്രി യാത്ര ചെയ്ത് വന്നാന്നൊക്കെ പറഞ്ഞു. ആര് വിശ്വസിക്കാനാണ്? എന്നാൽ ആ റോട്ടിൽ കൂടെ ഒരു 10-45 വയസ്സുള്ള സ്ത്രീ ഒരു 10-12 വയസ്സുള്ള കൊച്ചിനെ ഭർത്താവിൻ്റെ തോളത്തിട്ടേക്കും. ആ കൊച്ചിൻ്റെ മൂക്കിക്കൂടെയും വായിക്കൂടെയും വരെ ഇങ്ങനെ പുറത്തേക്ക് ഞാന്ന് കിടപ്പുണ്ട്. ഈ മനുഷ്യൻ്റെ പുറത്തുകൂടെ ഷർട്ടിൽ ഒഴുകുന്നുണ്ട്. ഇയാൾ ഈ കൊച്ചിനെ ഇട്ടുകൊണ്ട് മുണ്ടക്കയിലാക്കി ഓടുക. ഈ അമ്മ പുറകെ ആ കൈലിയുടെ അറ്റം ഇങ്ങനെ ബ്ലൗസിലോട്ടെടുത്ത് കുത്തിയിട്ട് 2 കൈ കൊണ്ട് തന്നെ തടിച്ച് എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ കൊച്ചിൻ്റെ പുറകെ ഓടുക. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സുബോധം വന്നു, എൻ്റെ അമ്മ ഇപ്പോൾ ഇങ്ങനെ കരയുവാണല്ലോ. ഞാൻ തിരിച്ച് ചെന്നാപ്പാറയിൽ നിന്ന് വലിഞ്ഞു വേഴഞ്ഞു ഒരു വിധത്തിൽ മുണ്ടക്കയത്ത് ഇരുമ്പ് പാലത്തിൽ ചെന്നു. ഇപ്പോൾ ആ പാലമൊന്നും ഇല്ല, ഇപ്പോൾ അതൊക്കെ നല്ല വാർപ്പ് പാലമായി. പണ്ടത് ഇരുമ്പ് പാലം എന്നാണ് പറഞ്ഞത്. അവിടെ വരെ ചെന്നപ്പോൾ എനിക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഞാൻ ആ കൈവരിയെ പതുക്കിയിരുന്നു. ആറ്റി നോക്കി ചാടാൻ നോക്കുമ്പോൾ ആറ്റി വലിയ വെള്ളമില്ല, ചാടിയാലും ചാകത്തില്ല. അപ്പം ഞാൻ ഇരിക്കുമ്പോൾ ഒരു നല്ല സുന്ദരനായൊരു അപ്പച്ചൻ. ഞാൻ ആ മനുഷ്യൻ അതിന് മുമ്പോ അതിന് ശേഷമോ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്തോത്രം. ആ മനുഷ്യൻ എൻ്റെ അടുക്ക് വന്നിങ്ങനെ എന്നെ അടിമുടി ഒന്ന് നോക്കി. കുഞ്ഞെ, നീ എന്നെ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ചോദിച്ചു, നീ എന്നെ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ഒന്നും മിണ്ടിയില്ല. നിന്നെ കണ്ടിട്ട് ഒരു നല്ല കുടുംബത്തിൽ പിറന്ന പയ്യനാന്ന് തോന്നുന്നല്ലോ, നിനക്കെന്തോ പറ്റി? അപ്പം ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ചാ എനിക്കെന്തോ പറ്റിയെന്ന് അറിയത്തില്ല, എൻ്റെ പരീക്ഷ നടക്കുക സ്കൂളിൽ, ഞാൻ പഠിക്കാതിരുന്ന എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അതാ സത്യം, എനിക്കെങ്ങനെ വന്നെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കുഴി കിടന്ന് നിലവിളിക്കുന്നവനെ വഴക്ക് പറയല്ലേ കേട്ടോ. അവൻ എന്താ ചെയ്തതെന്ന് അവൻ അറിയത്തില്ല. അവനെ ഒരു ആത്മാവ് അത് ചെയ്യിക്കുക. ഹലോ, നമ്മൾ അവനെ തല്ലിയിട്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവനല്ല അത് ചെയ്യുന്നേ.
അവൻ്റെ ദേഹത്തുള്ള ഈ 6000 എണ്ണ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നേ. അവൻ അമ്മയെ അടിച്ചെങ്കിൽ മനഃപൂർവ്വം അടിച്ചതല്ല, അവൻ അപ്പനെ വെട്ടിയെങ്കിൽ മനഃപൂർവ്വം വെട്ടിയതല്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. അത് ദൈവാത്മാവുള്ളവനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഈ അപ്പച്ചൻ ചായ കുടിക്കാനോ മറ്റോ ഇറങ്ങിയതാ. ആ മനുഷ്യൻ്റെ മടിയിൽ ഞുള്ളിപ്പറക്കി 2 രൂപയുണ്ട്. ഈ 2 രൂപ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു, മോന് അടുത്ത വണ്ടിക്ക് കയറി വീട്ടിൽ പോകാൻ പറ. ആ മനുഷ്യൻ കാപ്പി കുടിക്കാൻ കൊണ്ടുവന്ന പൈസ എനിക്ക് തന്നു. വളരെ സമയം കഴിഞ്ഞ് ഒരു വണ്ടിയുള്ളൂ. അന്നത്തെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫ്രണ്ട് വശം ഇങ്ങനെ എൻ്റെ കിളി ചെന്നുമ്പോൾ ഇങ്ങനെ കമ്പി ഇട്ട് കറക്കി കറക്കി ഷാർട്ടാക്കുന്ന വണ്ടിയാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അണ്ണച്ചാനോ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കൂടി ഷാർട്ടാക്കി വരുന്ന വണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വണ്ടി വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു. ആ വണ്ടി വന്ന് കയറി ഞാൻ എരുമേലിറങ്ങി. എരുമേലിറങ്ങിയപ്പോൾ എനിക്ക് ഇച്ചിരി ധൈര്യമായി. ഞാൻ ഒരു ജീപ്പ് വിളിച്ചെന്ന് പരീക്ഷ ഒന്നും എഴുതാൻ ഒത്തില്ല ആ പ്രാവശ്യം. എന്നാൽ എൻ്റെ അമ്മ അവിടെ ചെല്ലുമ്പോഴും കട്ടിലിൽ നിന്നിരുന്നേക്കത് കിടന്ന് കരയുവാ. കരയുന്നതിൻ്റെ വില, സ്തോത്രം. ഇന്ന് രാത്രി സ്റ്റേജിൽ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഞാൻ പഠിച്ച BTH CTH ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ നിലവിളിയാണ്. കരയാൻ ഒരമ്മയുണ്ടെങ്കിൽ, കരയാൻ ഒരപ്പനുണ്ടെങ്കിൽ, ഏത് തകർന്നതിനെയും പണിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഈ രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ചേ. പ്രിയരെ, കണ്ണുനീരിന് മറികടക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൂടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഈ മനുഷ്യനെ പേടിച്ച് ആരുമായി റൂട്ടിൽ കൂടെ പോലും സഞ്ചരിക്കാതിരിക്കുമ്പോഴാണ് യേശു അക്കരയ്ക്ക് പോകുന്നത്. യേശുവിനെ അക്കരെ ചെല്ലാതിരിക്കാൻ ഇവന് വേണ്ടി സമയം കുറിച്ചൊരു പിശാചുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിനെ കണ്ടപ്പോൾ പിശാച് ചോദിച്ച ചോദ്യം, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഈ വിഷയത്തിൽ നീ ഇടപെടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? സമയത്തിന് മുമ്പേ നീ ഇഞ്ഞു വന്നു. എപ്പോഴാ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവനെ ഈ കടലിൽ മുക്കി, ഇവൻ വെള്ളം കുടി ചത്തു വീർത്ത്, ഇവൻ്റെ ഭിത്തിയിൽ ഫോട്ടോ ഒട്ടിച്ച്, ഇവൻ്റെ വീടിനകത്ത് കരിങ്കൊടി നാട്ടി, ഇവൻ്റെ നെഞ്ചത്ത് റീത്തും വെച്ച് സമയാമരതം പാടാൻ നിശ്ചയിച്ച ദിവസമാണ് ഇത്. ഞാനത് ചെയ്യുന്നതിന് മുമ്പേ നീ ഇഞ്ഞു വന്നോന്നാ ചോദിച്ചേ. ഹലോ, ഇന്ന് രാത്രി സമയത്തിന് മുമ്പേ വളരെ പ്രാർത്ഥിക്കണം, വളരെ പ്രാർത്ഥിക്കണം. പിശാച് കുറിച്ചൊരു സമയമുണ്ട്. നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ദുഷ്ടപിശാച് കുറിച്ചൊരു സമയമുണ്ട്. അതുകൊണ്ട് അവൻ ചോദിക്കുക, സമയത്തിന് മുമ്പേ നീ ഇഞ്ഞു വന്നോ? ഓ രാമന ശംഭര രഗമന. ആരോടൊക്കെയോ ഇന്ന് രാത്രി ദൈവാത്മ ഇടപെടുകയാ. തകർന്ന ചില കുടുംബത്തിന്റെ സമയങ്ങൾ പിശാച് കുറിച്ചു വച്ചിരിക്കുമ്പോൾ ഈ കൺവെൻഷൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതല കൂടാരത്തിൽ വെളിപ്പെടുകയോ. ഹല്ലേലൂയ. കരവും ശബ്ദവും ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സമയം ഞാൻ പറയാം. ഞാൻ തിരിച്ചു വന്നപ്പോൾ നാട് മുഴുവൻ ഇളകി അവിടെ നിൽക്കുക. അവരെന്നെ ഈ അടിമാലിയിൽ ഒരു അച്ഛൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ്. അച്ഛൻ എൻ്റെ കണ്ണിൽ കുറേ പൊടിയൊക്കെ തിരുമ്മി എൻ്റെ കണ്ണ് കലങ്ങിയതല്ലാതെ ജീവിതമൊന്നും മാറിയില്ല. സ്തോത്രം. ഞാനത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തൊരു വലിയ അരുവിയുണ്ട്. ആ അരുവിയുടെ പേര് പെരുന്തേൻ അരുവി എന്ന്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വലിയ 2 അരുവികളാണ്, വലിയ 2 അരുവികളാണ്. ഒന്ന് നാവീണ അരുവി, 2 പെരുന്തേൻ അരുവി, താഴെ മേളിലുമായിട്ട്. ഈ നാവീണ അരുവിയിലൊക്കെ ഒരാൾ വീണാൽ ഫയർഫോഴ്സുകാർ വന്ന് 4-5 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും പാറയുടെ ഇടുക്കിനകത്തുനിന്ന് ആളിനെ മീൻ തിന്നതിൻ്റെ ബാക്കിയൊക്കെ വലിച്ചെടുക്കാമെന്നല്ലാതെ ഡയറക്റ്റ് കിട്ടാറില്ല. അതാ നാവീണ അരുവി.
താഴത്തെ പെരുന്തേനരുവി അതിനെക്കാട്ടി വലിയ അരുവിയാണ്. സ്തോത്രം. ഞാൻ ഒരു ദിവസം ഇതേപോലെ എന്നെ ഒരു ശക്തി കൊണ്ടുപോയി ആ വലിയ കയറ്റി കൊണ്ട് ചാടിച്ചു, ചാകാനായിട്ട്. പക്ഷെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് ആ വലിയ കയത്തിൽ ഞാൻ ചത്തില്ല. പക്ഷേ കൂടെ കൂടിയേക്കുന്ന ദുഷ്ടശക്തി ഒരു കാര്യം തീരുമാനിച്ചേക്കുക. അതുകൊണ്ട് അവൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി അങ്ങ് വടക്കേ ഇന്ത്യയെ കൊണ്ടുപോയി. ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മധ്യപ്രദേശത്തിൽ പോയി. രാത്രി പോയി റെയിൽവേ പാളത്തിൽ തലവെച്ചു. പക്ഷെ നേരം എടുത്തപ്പോൾ ഞാൻ ട്രെയിനിനകത്തിരിക്കുക. എപ്പോഴാണ് കയറുന്നത് ഈ 50 വർഷമായിട്ടും അറിയത്തില്ല. ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒരുത്തനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ദുരാത്മാവ് വിചാരിച്ചാൽ അവനെ ഏത് നിലയിലും തകർക്കാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കരയുന്ന അമ്മയുണ്ടെങ്കിൽ പിശാചിന്റെ പദ്ധതിയെല്ലാം ഒന്നൊന്നായിട്ട് പൊളിയും. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാത്രി ആരാധിക്കാവുള്ളൂ. നീ ശപിക്കാതെ പ്രാകാതെ ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ നീ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ കൈവിടപ്പെട്ടു പോയ നിന്റെ തലമുറയിൽ ഒന്നിനെ, നീ എഴുതി തള്ളിയ ഒന്നിനെ, ഇനിയും അവനെ ശരിയാകാൻ പോകുന്നില്ല എന്ന് നാട്ടുകാർ വിധി പറഞ്ഞതിനെ ഹല്ലേലൂയ ഈ രാത്രി മടക്കി വരുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം അക്കരം ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ മദ്യത്തിനോ മയക്കുമരുന്നിനോ കഞ്ചാവിനോ ഏത് ലഹരിക്ക് അടിമയായാലും അവനെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. ഒരിക്കലൂടെ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞു. ഞാൻ ഈ കുര്യാക്കോസ് പാസ്റ്ററെ പോലെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ അല്പം രാഷ്ട്രീയക്കാരനും അല്പ സ്വാധീനമുള്ള ചുമതലക്കാരനും ഒക്കെ ആയിട്ട് മാറി. പക്ഷേ മദ്യപിക്കാതെ ഒരു നിമിഷം ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് പിശാചെന്നെ കൊണ്ടുപോയി. എന്നെ മദ്യപാനം നിർത്താൻ അങ്ങ് എടത്തുവായിക്കപ്പുറത്ത് പച്ചയിൽ ആശുപത്രി കൊണ്ട് എന്നെ കുത്തിവെപ്പിച്ചു. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മെഡിക്കൽ സെൻ്ററിൽ കൊണ്ട് എന്നെ കുത്തിവെപ്പിച്ചു. അവിടെ എല്ലാം കാശ് കളഞ്ഞല്ല എൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവസാനം ഞാൻ തീരുമാനിച്ചു, ആറ്റിച്ചാടിട്ടും ചാകത്തില്ല, റെയിൽവേ പാളത്തെ പോയിട്ടും ചാകത്തില്ല, എന്നാൽ പിന്നെ വിഷം കുടിച്ച് ചാകുക. 4 കുപ്പി വിഷം ഒന്നിച്ചൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് ഒന്നിച്ച് കുടിച്ചു. എന്നിട്ട് രക്തം ഛർദ്ദിച്ച് ഞാൻ വഴി കിടക്കുകയാണ്. ഏതോ ഒരു സാധുവായ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. 94 വയസ്സുണ്ട് ആ മനുഷ്യൻ. അദ്ദേഹം ഒരു ലോറിയുടെ ക്ലീനറായിരുന്നു. അദ്ദേഹം രാത്രി വരുമ്പോൾ രക്തം ഛർദ്ദിച്ച് വഴി കിടക്കുന്ന എന്നെ കണ്ടിട്ട്, അന്ന് ഞങ്ങളുടെ നാട് ഒരു ജീപ്പേ ആകെ ഉള്ളൂ. ആ ജീപ്പുകാരൻ ഞാൻ കിടക്കുന്നിടത്തുനിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ രാത്രിയിൽ ഈ 5 പൈസ ഒരു മെഴുതിരി ചിരട്ടയ്ക്കകത്ത് പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഓടി. ആ ജീപ്പുകാരനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അവിടെ കാണാൻ കിടന്ന് ചാകട്ടു, താൻ പാൻ പറഞ്ഞു. ഹലോ. പക്ഷേ ഈ ചെന്ന മനുഷ്യനൊരു ദൈവകൃപയുള്ളവനാണ്ട് നിർബന്ധിച്ച് കൊണ്ടുവന്ന് എന്നെ രാത്രി കാഞ്ഞിരപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ നിന്നെല്ലാം തള്ളി 3 മാസം മെഡിക്കൽ കോളേജിൽ രക്തം തന്നെ വൊമിറ്റ് ചെയ്ത് അവിടെ കിടന്നു. സ്തോത്രം. 3 മാസമാകുമ്പോൾ പ്രതീക്ഷയെല്ലാം തീർന്ന ഒരു ഡോക്ടർ വാതൊക്കെ വന്ന് ചോദിച്ചു, ഈ കിടക്കുന്ന ആളിൻ്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉടനെ അമ്മ പറഞ്ഞു, ഞാൻ അവൻ്റെ അമ്മയാണ്. ആണുങ്ങളായിട്ടാരില്ല, അവരെല്ലാം ഇത്രയും ദിവസമായില്ല വീടുകളിൽ പോയി, ഞാൻ തന്നെ ഉള്ളെന്ന് പറഞ്ഞു. അമ്മ വാതൊക്കെ നിൽക്കുക, അമ്മയ്ക്ക് കളയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, പറയുന്നതിൽ വിഷമിക്കല്ലേ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാം. ഉടനെ എൻ്റെ അമ്മ ഒരു പ്രാന്തിയെ പോലെ ആയി. എൻ്റെ അമ്മ ഡോക്ടർ പറഞ്ഞു, അറിയിക്കാനുള്ളവനെ അറിയിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഹലോ.
ഡോക്ടർ പറഞ്ഞത് അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോളാണ് ചത്തെന്നുള്ള കാര്യം. എൻ്റെ അമ്മ പറയുവാണ് അറിയിക്കാനുള്ളവനെ അറിയിച്ചേച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അടുത്ത വാക്ക് അമ്മയുടെ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഞാൻ അവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്നു. ഇല്ല ഡോക്ടറെ, ഞാൻ സേവിക്കുന്ന ദൈവം ആരാന്നറിയാമോ? ഓ ഹല്ലേലൂയ! ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പറഞ്ഞ കാര്യം. ഞാൻ സേവിക്കുന്ന ദൈവം ആരാന്നറിയാമോ? ഓ, ഡോക്ടർക്ക് കേക്കണ്ടേ? ഞാൻ അവന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കത്തില്ല, അവൻ എന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. ഇത് 80 പറഞ്ഞ കാര്യമാണ്. 80 96 ഞാൻ അമ്മച്ചിയുടെ കണ്ണ് തിരുമ്മി അടച്ച്. എന്റെ അമ്മ പറഞ്ഞതാ നടന്നതെന്ന്. പ്രാർത്ഥിക്കുന്ന നീ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിന്റെ തലമുറയുടെ ഭാവി എന്താകും അത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ വൈദ്യശാസ്ത്രമല്ല, ഇവിടുത്തെ ദുരാത്മ മണ്ഡലങ്ങളല്ല. പ്രാർത്ഥിക്കുന്ന നീയാ തീരുമാനിക്കുന്നത് നിന്റെ തലമുറ ആരായി തീരുമെന്ന്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ! കൈ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. എന്റെ അമ്മച്ചി പറഞ്ഞാ നടന്നു കേട്ടോ. ഈ സമയം കൊണ്ട് ഗവൺമെന്റ് എന്റെ പാസ്പോർട്ട് തിരിച്ചു മേടിച്ചു. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ മതി, ബാക്കിയെല്ലാം വർണ്ണിക്കാനൊക്കത്തില്ല. ഞാൻ കേരളം വിട്ട് ഇന്ത്യ വിട്ട് പുറത്തു പോകാതിരിക്കാൻ എൻ്റെ പാസ്പോർട്ട് ഗവൺമെന്റ് തിരിച്ചു മേടിച്ചു. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞ ഒരാളായിട്ട് ഞാൻ മാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ ആർക്കും വേണ്ടാത്ത നിലയല്ല, രാഷ്ട്രീയക്കാർക്കും വേണ്ട, വീട്ടുകാരും സഹോദരന്മാരൊക്കെ കൈവിട്ടു. പക്ഷെ 84 ഇന്നേക്ക് 40 വർഷങ്ങൾക്ക് പുറകിൽ യേശു എന്നെ തേടി വന്നു. ഈ ഭൂതഗ്രസ്തനെ തേടി വന്നതുപോലെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 84 ജൂലൈ മാസം 22-ാം തീയതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ മാനേജരായി ജോലി ചെയ്യുന്ന ഒരു PC എബ്രഹാം അല്ലെങ്കിൽ ബാങ്ക് അവറാച്ചൻ എന്ന് പറയുന്ന അഭിഷക്തന്റെ അടുക്കൽ എന്നെ കൊണ്ടുപോയി. ആ ദൈവദാസന്റെ ജീവിതത്തിന്റെ ആകെ ഇന്നലകളെ വിവേചിച്ചു, എന്നിലെ ദുരാത്മ ശക്തികളെ ശാസിച്ചു. എനിക്ക് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നു. യോഗം കാണാൻ പോയ ഞാൻ 84 ജൂലൈ 22-ാം തീയതി പകൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. ആ വീട്ടിൽ ഞാൻ 3 രാവും 3 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ സെപ്റ്റംബറിൽ ഞാൻ സ്നാനപ്പെട്ടു. ആ സെപ്റ്റംബറിൽ തന്നെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറച്ചു. അന്യഭാഷ അടയാളത്തോടെ ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ! എന്നോട് അന്ന് ദൈവാത്മ പറഞ്ഞു, നിന്നെ കരയും കടലും കടത്തി 5 ഭൂഖണ്ഡങ്ങളിൽ എൻ്റെ സാക്ഷിയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ കുനിഞ്ഞിരുന്ന് ചിരിക്കാൻ കാര്യമുണ്ട്. എൻ്റെ പാസ്പോർട്ട് ഗവൺമെൻറ് മേടിച്ചാൽ തിരിച്ചു കിട്ടത്തില്ല, പിന്നെ എങ്ങനെ ആ വിദേശത്ത് പോന്നേ? പക്ഷെ ഞാൻ ചിരിച്ചപ്പോൾ ദൈവാത്മാവ് ചോദിക്കുകയാണ്, അടുത്ത വർഷം ഈ സമയത്ത് സാറയ്ക്ക് ഒരു മകൻ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ സാറ കൂടാരത്തിനകത്ത് ചിരിച്ചതുപോലെ എൻ്റെ ദൂതിൻ്റെ മുമ്പിൽ നിന്ന് ചിരിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചിരിക്കുന്നത് ഞാൻ ഈ പായും അല്ലാതെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ദൈവാത്മാവ് അതുവരെ കണ്ടു. സ്തോത്രം. 84 രക്ഷിക്കപ്പെട്ട ഞാൻ 96 വരെ പാസ്പോർട്ടൊന്നും എടുക്കാൻ പോയില്ല. പക്ഷെ 96 ആയപ്പോൾ പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ ഖേമിച്ച് ദൂതുകൾ പറയാറുണ്ട്. അങ്ങനെ ഞാൻ പാസ്പോർട്ട് എടുക്കാനായിട്ട് കൊണ്ട് ആപ്ലിക്കേഷൻ എല്ലാം നമ്മുടെ അന്നത്തെ ഒരു ശക്തനായ ദേവദാസമുണ്ട്, ഭാര്യാപുരം ജോനാച്ചാൻ എന്ന് പറയും. ജോനാച്ചാനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് എല്ലാ പോരാട്ടങ്ങളൊക്കെ സാഹസിച്ച് ഞാൻ പാസ്പോർട്ടിനെ കൊണ്ട് അപേക്ഷ കൊണ്ട് തിരുവനന്തപുരത്ത് കൊടുത്തു. അവർ വേരിഫിക്കേഷന് വേണ്ടി വന്നു. വേരിഫിക്കേഷന് വീട്ടിൽ വരുമ്പോൾ ഞാനില്ല, ഞാൻ കണ്ണൂർ ഒരാഴ്ചത്തെ മിഷൻ ട്രിപ്പിന് പോയേക്കണം. അപ്പോൾ എൻ്റെ അമ്മച്ചി മുറ്റത്തിരുന്ന് ഇങ്ങനെ ഈ പറിച്ച കപ്പയുടെ തണ്ടിൻ്റെ തൊലി ഇങ്ങനെ ചീകുകയാണ്. തൊലി പശുവിന് കൊടുക്കാനും കമ്പ് പുളിമ്പൊടി വേവിക്കാൻ ഉണക്കിയെടുക്കാനുമായിട്ട്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? കപ്പത്തണ്ടെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? കാലം പുരോഗമിച്ചോണ്ട് അപ്പോൾ ഇങ്ങനെ കൊറണ്ടിയല്ലേ, കൊറണ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഒരു പോലീസുകാരൻ സിവിൽ ഡ്രസ്സിൽ വന്നിട്ട് ചോദിച്ചു, PC ചെറിയാൻ്റെ വീടാണോ? അതെ. PC ചെറിയാൻ ഉണ്ട് ഇവിടെ? ഉടനെ പറഞ്ഞില്ല. എവിടെ പോയി? അവൻ കണ്ണൂർ പോയേക്കും.
എവിടുന്നാണോ സാറ്? ഉടനെ പറഞ്ഞു ഞാൻ പോലീസുകാരനാണ്. അമ്മച്ചി ചാടി എണ്ണിച്ച് പറഞ്ഞു അവനിപ്പോൾ കേസൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു കേസുണ്ടായിരുന്നു. അയ്യോ സാറിന് 10-24 കേസല്ലായിരുന്നു. അപ്പോൾ ആ പോലീസുകാരെ കണ്ണ് തെളിച്ച് ചോദിച്ചു 24 കേസോ? പിന്നെ പാസ്പോർട്ട് വരെ സർക്കാർ മേടിച്ചല്ലേ. വെരിഫിക്കേഷൻ വന്നേക്കുവാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അയാൾ ചോദിക്കാതെ എൻ്റെ നിഷ്കളങ്കയായ അമ്മച്ചി എല്ലാ കാര്യവും പറഞ്ഞു. ഇത്രയായപ്പോൾ പറഞ്ഞു ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വന്നതാണ്, പുള്ളി അപേക്ഷിച്ചിരുന്നു, ഞാൻ വന്നിട്ട് പോയെന്ന് പറഞ്ഞ് പുള്ളി പോയി. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പുറത്തു പോകാനുള്ള ഒരു ആഗ്രഹവും ദൂതവും കിടക്കുന്നതുകൊണ്ട് പുള്ളിക്കൊരു 100-500 രൂപ അന്നത്തെ കാലത്ത് കൊടുത്ത് ഇത് ശരിയാക്കിയേനെ. പക്ഷേ അദ്ദേഹം അങ്ങ് പോയി. ഞാനൊരാഴ്ച കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ അമ്മച്ചി ചോദിച്ചു മോനെ നീ പാസ്പോർട്ടിന് വല്ലതും അപേക്ഷിച്ചായിരുന്നു? ഞാൻ പറഞ്ഞു അപേക്ഷിച്ചു. ഒരാൾ വന്നായിരുന്നു. ഞാൻ അമ്മച്ചി എന്നെ പറഞ്ഞു ഞാനെല്ലാം പറഞ്ഞത്. അമ്മച്ചി എല്ലാം പറഞ്ഞത്. റീസലോ. അപ്പോൾ അയാൾ പറഞ്ഞു തിരുവനന്തപുരത്ത് ചെല്ലാനാ. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് ചെന്നു. തിരുവനന്തപുരത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒരാൾ വെളിയിരുന്ന് പറഞ്ഞു ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വക്കീലിനെ ചെന്ന് കണ്ടിട്ട് ഇംഗ്ലീഷിൽ അഫിഡവിറ്റ് തയ്യാറാക്കി. അന്നത്തെ സമയത്ത് 3000 രൂപ കൊടുത്ത് 96,000-3000 രൂപ കൊടുത്ത് അഫിഡവിറ്റ് തയ്യാറാക്കി. എല്ലാം കൊണ്ട് കൊടുത്ത് ഇത് വായിച്ചുമ്പോൾ ഈ മനുഷ്യനെ ഒറ്റ കയറി വെച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടത്തില്ലെന്നുള്ള ഉറപ്പായി. അപ്പം ഞാൻ വെള്ളോട്ടിറങ്ങിയിട്ട് 2 പേപ്പർ മേടിച്ചിട്ട് ഇപ്പം നിങ്ങളോട് ഈ പറയുന്ന അനുഭവ സാക്ഷി മലയാളത്തിൽ എഴുതി. എനിക്ക് മലയാളമേ അറിയത്തുള്ളേ. ഹലോ, ഞാൻ മലയാളത്തിൽ 2 പേജിനകത്ത് എൻ്റെ സാക്ഷി എഴുതിയിട്ട് കൊണ്ട് അങ്ങോട്ട് കൊടുത്തു. പബ്ലു ഇതെന്നാ? ഞാൻ പറഞ്ഞു ഇതെൻ്റെ അഫിഡവിറ്റാന്ന് പറഞ്ഞു. മുമ്പേ തന്നത് വക്കീലിൻ്റെ അഫിഡവിറ്റാ, ഇതെൻ്റെ അഫിഡവിറ്റാന്ന് പറഞ്ഞു. അതാ എൻ്റെ അഫിഡവിറ്റ്. ഹല്ലേലൂയ. ഒരല്ലേലൂയ പറയണം. പുള്ളി 4 ലൈൻ വായിച്ചിട്ട് ചോദിച്ചു വെച്ചുച്ചരയാണോ വീട്? ഞാൻ പറഞ്ഞാന്നു. സെൻറ് തോമസിലാണോ പഠിച്ചത്? ഞാൻ പറഞ്ഞാന്നു. ഞാനും അവിടെ പഠിച്ചത്. ഹലോ, ഇരിക്കാൻ പറ. മുമ്പേ പേപ്പർ വലിച്ചെറിഞ്ഞ പുള്ളി എന്നെ ഇരുത്തി കാര്യങ്ങൾ കേട്ടു. ഞാൻ പുള്ളിയോട് നല്ല സുവിശേഷം പറഞ്ഞു. എന്നെ രക്ഷിച്ച വിധമെല്ലാം പറഞ്ഞു. വെളിയിൽ ആൾ ക്യൂ നിൽക്കുക. പക്ഷെ പുള്ളി ഇത് കേട്ടു മുഴുവൻ. കേട്ട് എൻ്റെ ഈ വെള്ള പേപ്പർ എഴുതി സാക്ഷിനടി പച്ചമഷി കൊണ്ട് എഴുതി. ഹലോ, കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഉലകം മൊത്തം നിന്റെ വഴി അടച്ചാലും ദൈവം നിന്റെ വഴി തുറന്നാൽ ഇന്നിനകത്ത് അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. ഞാൻ ഈ അനുഭവം പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചിലത് തുറന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോഴേ ഒരു രാജ്യത്തല്ല 5 ഭൂഖണ്ഡത്തിൽ 47 രാജ്യങ്ങളിൽ പോയി യേശു തന്നെ കർത്താവിനെ പ്രസംഗിച്ചു നിൽക്കുക. കരം ചേർത്തടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഒരു വഴി ദുഷ്ടപ്പിശാച് അടച്ചാൽ 1000 വഴി തുറന്ന് നിന്നെ ആദരിക്കുന്ന ഒരു ദൈവം ഈ രാത്രിയുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി ദുഷ്ടന്റെ സകല കെടുതികളുടെ മേൽ ആത്മാവിന്റെ കരുത്തേറിയ ജയം തന്ന് നിനക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിവുള്ള ഓടാ മാന ശന്ദ രഗത റൗഡേ റിബലേ അർത്തുര മനകൾ കമന ദരാജന റൗഡമാനകൾ സിസിയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ പ്രിയരേ, യേശു ഈ മനുഷ്യന്റെ അടുക്ക് വന്നപ്പോൾ ദുരാത്മാവിന്റെ പ്രശ്നം വന്നതല്ല പ്രശ്നം, സമയത്തിന് മുമ്പ് എന്തിനു വന്നെന്നാ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഇവനെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ച ദിവസമാണ്. ഇവന്റെ വീട്ടിൽ സമയാന്തരം പാടാൻ കൊയറിനെ വരെ അറേഞ്ച് ചെയ്തേക്കുക. അനുശോചനം പറയാൻ ഉപദേശിമാരുടെ നീണ്ട നിരയാൻ അറേഞ്ച് ചെയ്തേക്കുക. ഹലോ, പ്രൈസ് ദി ലോർഡ്. ആ സമയത്തിന് മുമ്പേ നീ ഇഞ്ഞു വന്നു. കർത്താവ് പറഞ്ഞു മിണ്ടരുത്. ഹല്ലേലൂയ. ഇവനെ വിട്ടുപോ. ഉടനെ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ പാൻ, എനിക്ക് പോണേ കൈവില്ല കാലുമില്ല, എനിക്ക് ആരുടെയും മണ്ടയ്ക്ക് കയറിയ പാനൊക്കത്തു. ഹലോ, ഭൂതങ്ങൾക്ക് കയ്യുമില്ല കാലുമില്ല. ഒന്നി നിന്നെ വേണം. നിന്നെ കിട്ടിയില്ലെങ്കിൽ കടുവയുടെ മണ്ടയ്ക്കോ പുലിയുടെ മണ്ടയ്ക്കോ കാളയുടെ മണ്ടയ്ക്കോ എന്തിൻ്റെയും മണ്ടയ്ക്ക് കയറി ഇവൻ പോകത്തുള്ളൂ. ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ മണ്ടയ്ക്ക് ഇവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല.
പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒന്നിന്റെ മണ്ടയ്ക്ക് കയറി ഇവ നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ പന്നികൾക്കകത്ത് കയറിക്കോട്ടെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു കയറിക്കോണം. കയറി മൊത്തം കൂടെ വെള്ളത്തിൽ മുങ്ങി 5 മിനിറ്റ് കൊണ്ട് അവനെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ച ടൈമിൽ പന്നി എത്തും. എന്നെ ശനിയാഴ്ച രാത്രിയിലുള്ള യോഗത്തിന് വിളിച്ച് അല്ലേ പാസ്റ്റേ? അതെ. എനിക്ക് ശനിയാഴ്ച നാളെ ഒന്നും ടൈമില്ലാത്തതുകൊണ്ട് ഇന്ന് രാത്രി ആക്കിയതാ. ശനിയാഴ്ച രാത്രി എന്നുള്ള നമ്മുടെ മാനുഷിക പരിപാടിയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. ചില കുടുംബത്തിന്റെ ടൈം. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ ദുഷ്ടപിശാച് കുറിച്ച ചില ടൈം ഈ രാത്രി മാറുകയോ. ഓ, സാധ്യതയുള്ള ചിലത് ഇന്ന് രാത്രി പുറത്തു വരികയോ. ഒന്ന് ശ്രദ്ധിച്ചേ. ഇവനിലെ ദുരാത്മാവ് പോയപ്പോൾ ഇവൻ പെട്ടെന്ന് വസ്ത്രം എടുത്തു കൊടുത്തു. ഉടുക്കാൻ യേശു പറഞ്ഞോ? ഇല്ല. സ്തോത്രം. പക്ഷെ ഭൂതം പോയാൽ വസ്ത്രം ഉടുക്കണമെന്നുള്ളത് അവൻ അറിയാം. ഇപ്പൊ ഇതുവരെ ഇവനെ കൊണ്ട് തുണി ഉടുപ്പിക്കാഞ്ഞത് ആരാ പറഞ്ഞേ? മൊത്തം തുണി ഇല്ലെങ്കിൽ 6000 എണ്ണം ഉണ്ടെന്ന് ഓർത്തോണം. പിന്നെ അളവനുസരിച്ച് എത്ര എണ്ണം കൂടണം നിങ്ങൾ കൂട്ടിയാ. ഹലോ, ഇതിന്റെ അളവ് കുറയുമ്പോൾ ഓർത്തോണം ഏതൊക്കെയോ കയറിയിട്ടുണ്ടെന്ന്. കംപ്ലീറ്റ് ഇല്ലെങ്കിൽ 6000. കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. ഇവൻ വസ്ത്രം ധരിച്ചു, സുബോധമുള്ളവനായി യേശുവിന്റെ കൂടെ വന്ന് പടകെ കയറി. ഞാൻ കൂടെ വരിക. യേശു പറഞ്ഞു വേഗം വീട്ടിൽ ചെല്ലാം. ഞാൻ വന്നത് വീട്ടിലൊരു കരച്ചിൽ നടക്കുന്നു. എൻ്റെ പുറകെ നീ ഇപ്പം വന്നാൽ ഒക്കത്തില്ല, വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അവനെ നിർബന്ധിച്ചു വീട്ടിലേക്ക് അയച്ചു. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ യേശു ഇവിടെ വരാൻ ഭവനത്തിൻ്റെ ഉള്ളറയിൽ ഒരു നിലവിളി നടന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ലോകത്തിൽ ആരും അത് കണ്ടു കാണത്തില്ല. ഹൃദയം പൊട്ടി, ഉള്ളു തകർന്ന്, മനസ്സ് നീറി കരയുന്ന കരച്ചിൽ കാണുന്ന ഒരു ദൈവം ഈ രാത്രിയുണ്ട്. നിങ്ങൾക്ക് കേൾക്കണ്ടേ? ദെക്കപ്പോലി ദേശം എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങൾ ചേർന്ന ഒരു ദേശത്തിന്റെ പേരാണ് ദെക്കപ്പോലി ദേശം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. 10 പട്ടണങ്ങൾ ഒന്നിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് എന്ത്? ദെക്കപ്പോലി ദേശം. ഈ 10 പട്ടണങ്ങളെ ഇവൻ സുവിശേഷീകരിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലത്തിൻ്റെയും കൂടെ സെൻട്രൽ പാസ്റ്ററെന്നോ സ്റ്റേറ്റ് പാസ്റ്ററെന്നൊക്കെ നിങ്ങൾ വിളിച്ചോ, പ്രസിഡന്റോ ഡയറക്ടറോ സൂപ്രണ്ടോ ഏതാണ്ട് ഇവനായി. എവിടെ കിടന്നോൻ? ബഹുകാലമായി ശവക്കുഴി കിടന്നോൻ. പ്രൈസ് ദി ലോർഡ്. ഇവൻ ആരാകുമെന്നറിഞ്ഞ പിശാച് ഒന്നുമാകാതിരിക്കാൻ. ഹലോ, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? നിന്റെ തലമുറ എന്താകുമെന്ന് അറിഞ്ഞ പിശാച് അതാകാതിരിക്കാൻ ഒന്നുകിൽ അവനെ കഞ്ചാവിന് അടിമയാക്കി, അല്ലെ കള്ളിനടിമയാക്കി, അല്ലെ പാപത്തിനും മ്ലേച്ഛതയ്ക്കും അടിമയാക്കി, അല്ലെ ദുരാത്മാക്കൾ കയറി അവനെ ബാധിച്ചു. അവൻ ഒന്നും ആകാതിരിക്കാൻ പക്ഷെ കൺവെൻഷൻ വെച്ചേക്കുന്നത് അങ്ങനെ വിധി കുറിച്ച ചിലതിനെ, ദുഷ്ടൻ വിധി കുറിച്ച ചിലതിനെ ഈ രാത്രി ദൈവത്തിന് പുറത്തു കൊണ്ടുവരാനുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. തകർന്ന് നുറുങ്ങിയുമുള്ള ഹൃദയങ്ങളെ നിരസിക്കാത്ത ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ വിടുവിക്കുകയോ. വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആഴമായൊരു വിടുതൽ ദൈവം പകരുകയാ. യെസ്.
ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാനങ്ങനെ രക്ഷിക്കപ്പെട്ട് എൻ്റെ വെച്ചുച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സഭയിലേക്ക്, ചർച്ചക്കൊണ്ട് സഭയിലേക്ക് ആരാധിക്കാനായിട്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവർ അടിയന്തരമായിട്ടൊരു കമ്മിറ്റി കൂടി, സഭാ കമ്മിറ്റി. കുറച്ച് പേരേ ഉള്ളൂ. അവർ കമ്മിറ്റി കൂടിയത് ഇങ്ങനെ, എന്നെ അവിടെ നാട്ടിൽ അറിയപ്പെടുന്ന തെള്ളീർ രാജു എന്ന് പറഞ്ഞ. അപ്പോൾ തെള്ളീർ രാജു ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു, നമ്മുടെ കൂടെ ഇന്നുകൊണ്ട് ആരാധിക്കാൻ വരുമോ എന്നൊക്കെ കേട്ടു. എടുക്കണോ വേണ്ട എന്നറിയാൻ ആ കമ്മിറ്റി. ഹലോ. അപ്പോൾ 7 പേരാ കമ്മിറ്റി, പാർസയെ കൂട്ടി 8 പേര്. 7 പേരിൽ 6 പേരും പറഞ്ഞു എടുക്കാൻ വരട്ടെ. ഈ മുഴുത്ത മാനസാന്തരം 3 മാസത്തേക്കാണ്. സ്തോത്രം. ഒരു 3 മാസത്തിനകം നമുക്കറിയാം നാളെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ എടുത്തു വെച്ചിട്ട് പിന്മാറിപ്പോയാൽ നമ്മുടെ സഭയ്ക്ക് നാണം കേടാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എടുക്കണ്ട. 6 പേരും ഒന്നിച്ച് തീരുമാനമെടുത്തു. 7ാമത്തെ ആളൊരു പ്രായമായ, നമ്മുടെ പ്രസിഡന്റിനെ പോലെ പ്രായമുള്ള ഒരു അപ്പച്ചനാണ്. അദ്ദേഹത്തിന് പേര് കങ്ങടെ തോമാച്ചാനെന്ന. പുള്ളി മരിച്ചുപോയി. അപ്പച്ചൻ പറഞ്ഞു, വന്നതല്ലേ, പാം പറയണ്ട, ഇരിക്കട്ടെ, പുറയിലെങ്ങാണ് ഇരിക്കട്ടെ. അങ്ങനെ കൃപയാൽ അന്നത്തെ കമ്മിറ്റി പുറകിരിക്കാൻ ഒരു അനുവാദം തന്നു. ആ തീരുമാനിച്ച കമ്മിറ്റി പലരും ഇപ്പോഴും പുറകിരിപ്പുണ്ട്. ഞാൻ ഒത്തിരി മുന്നേ പോകുന്നു. ആ കമ്മിറ്റിക്കാരുടെയൊക്കെ പിള്ളേരുടെ കല്യാണമൊക്കെ ഞാനാണ് നടത്തുന്നത്. പിന്നെ ലോകം നിന്നെ പുറകിലിരുത്താനാണ് വിളിക്കുന്നത്. യേശു അപ്പച്ചൻ വിളിക്കുന്നത് പുറകിലിരുത്താനല്ല. സ്തോത്രം. ഈ രാത്രി പറയണം, ഏറ്റവും പുറകിൽ പുച്ഛിച്ച് തള്ളിയ ചിലതിനെ ഉയർത്തിയെടുത്ത് മുൻപിൽ കൊണ്ടുവന്ന് പട്ടണത്തിൽ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. തകർന്ന ചില കുടുംബത്തിന്റെ ഉള്ളറകളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഒരു വിടുതലായി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിലും എൻ്റെ തലമുറയിലും എന്നിലും ഒരു വിടുതൽ എൻ്റെ യേശു അപ്പച്ച തരും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തി. ആ കരം ദൈവം ഒന്ന് കണ്ടോട്ടെ. ഒരു നിമിഷം നിങ്ങളൊന്ന് എഴുന്നേൽക്കുമോ? നമ്മുടെ ഈ ഗായക സംഘം, ഞാനിന്ന് ഒത്തിരി സന്തോഷിക്കും ഇവരെ കണ്ടിട്ട്. എനിക്ക് ഇവരുടെ കൂടെ ഒരാഴ്ച താമസിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഇത്രയും പ്രിയപ്പെട്ടവർ ഈ കണ്ണിന് ഈ ബലഹീനത ഉള്ളപ്പോൾ തന്നെ അവരുടെ ആ ബലഹീനത മറന്ന് ആ പാട്ട് പാടുന്ന അനുഗ്രഹിക്കുക. താളമൊക്കെ വാങ്ങി റിതം പാടും ഡ്രം സെറ്റും ഓർഗനും ഒക്കെ വായിക്കുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് 2 കണ്ണം ഉണ്ടായിട്ട് തന്നെ പ്രയോജനം. ഹലോ, നമുക്കൊന്നും വായിക്കാൻ അറിയത്തില്ലല്ലോ. ഒരല്ലേ പറഞ്ഞ് ഞാൻ ആദ്യം ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഇവർ പാട്ട് പാടി ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി ദൂത് എന്നോടായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളവർ മുൻപോട്ട് വന്നാൽ ഞങ്ങൾ അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. മോനെ ബൗളിങ് മാറ്റിയിട്ട് വെച്ച എല്ലാ 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച. ഹല്ലേലൂയ. ആ കണ്ണുകൾ 2 അടയട്ടെ. ആ ഹൃദയങ്ങൾ മുഴുവനായി ദൈവത്തിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വാഗമൺ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ഈ ഹോളിനകത്തും പുറത്തും ഈ ശബ്ദപരിധിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഇടപെടൽ, ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടായ മുഴുവൻ പേരെയും ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, ശാപങ്ങളുടെ കെട്ടഴിയട്ടെ, ദുരാത്മ മണ്ഡലങ്ങൾ അഴിയട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ, വഴികൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. ഒരത്ഭുതം കർത്താവ് ചെയ്യണം, ഒരത്ഭുതം കർത്താവ് ചെയ്യണം.
യേശുവിൻ നാമത്തിൽ തന്നെ രണ്ട് കരം ചേർത്തടിച്ച് ഒരുമിച്ച് ആരാധിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവര് വേഗത്തിൽ മുൻപോട്ട് വരുമല്ലോ. ഹല്ലേലൂയ. വേഗം വരാം, വേഗം വരാം. ചേർന്ന് പാടാം. യെസ് യെസ്, ഒന്നിച്ചുള്ളൊരു പാട്ട് എല്ലാവരും ചേർന്ന് പാടിക്കും. പ്രാർത്ഥന ആവശ്യമുള്ളവരെല്ലാം മുൻപോട്ട് വന്ന് വേഗത്തിൽ കൂടി വന്നാട്ടെ. ഹല്ലേലൂയ. പാട്ട് പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.